കുറച്ച് ദിവസങ്ങളായിട്ട് ആര്യനും അനീഷും തമ്മിലുള്ള ഒരു കോംബോ അവിടെ വർക്കൗട്ട് ആകുന്നത് പോലെ നമ്മൾക്ക് തോന്നിയിട്ടുണ്ട്. അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലെങ്കിലും ഇതൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇന്നും ലൈവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനും അനീഷും കൂടെ ഇങ്ങനെയാണ് തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആര്യൻ അനീഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ എല്ലാവരുടെയും അടുത്ത് ഇങ്ങനെ വട്ടം കറങ്ങി കളിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് അനീഷ് തന്നെയാണ് ആദ്യം പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം, തൃശ്ശൂർ പൂരം കാണാൻ വരണം എന്ന് പറയുന്നുണ്ട്. അത് അടിപൊളിയാണ്. തൃശ്ശൂർ പൂരമൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ആര്യനപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഞാൻ വരുന്നുണ്ട്, എൻ്റെ എല്ലാ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തോണം എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിൻ്റെ എല്ലാ കാര്യങ്ങളും, നിൻ്റെ മാത്രമല്ല വരുന്നവരുടെ എല്ലാവരുടെയും കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ അവിടെ നിന്ന് കൂട്ടം തെറ്റി പോകുന്നതും അതുപോലെ ഈ ജനങ്ങൾ കൂടുന്ന സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി അക്ബർ പറഞ്ഞ സമയത്ത് ആര്യൻ അനീഷിൻ്റെ അടുത്ത് എങ്കിൽ ഞാൻ എന്തായാലും അനീഷിനോട് ഇങ്ങനെ ചേർന്ന് നിന്നായിരിക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ കൂടെ നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അനീഷ് തൃശ്ശൂർ പൂരത്തിന് അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അക്ബർ നൈസായിട്ട് തൃശ്ശൂർ പൂരത്തിന് മാത്രം വന്നിട്ട് ഞങ്ങളങ്ങ് പോകാമല്ലേ എന്ന് പറയുന്നുണ്ട്. അതായത് അനീഷ് വീട്ടിൽ കയറണ്ടെന്നാണല്ലോ പറഞ്ഞത്. വീട്ടിൽ കയറ്റില്ലേ എന്നുള്ളൊരു കുത്തി ചോദിച്ചതാണ് അക്ബർ. പക്ഷേ വീട്ടിൽ കയറുന്ന കാര്യമൊന്നും അനീഷ് പറഞ്ഞില്ല. തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട് പോകാമെന്നാണ് അനീഷ് പറഞ്ഞത്. എന്തായാലും ലൈവിൽ ആര്യൻ്റെയും അനീഷിൻ്റെയും കോംബോ 1-2 ദിവസങ്ങളായിട്ട് ഇങ്ങനെ നമുക്ക് അവരുടെ ലൈവ് കാണുമ്പോൾ നമുക്ക് തോന്നും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലടക്കം ഇവരുടെ കോംബോ വീഡിയോസ് വരുന്നുണ്ട്. ഈവൻ ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ നിന്ന് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു കോംബോ ആയിട്ടുള്ള എഡിറ്റിംഗ് വീഡിയോസ് ഒക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.